ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കപ്പലിൻ്റെ ലാഷിംഗ് ബ്രിഡ്ജിലാണ്. നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലായിട്ട് കണ്ടെയ്നറുകൾ അതിമനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നത്. കപ്പലിപ്പോൾ ഉള്ളത് കരയിൽ നിന്നും ഏകദേശം 350 കിലോമീറ്റർ ഉള്ളിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ്. ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അറ്റ്ലാന്റിക്കിലാണ് ഇപ്പോൾ കപ്പലുള്ളത്. ഏകദേശം 20,000-ഓളം കണ്ടെയ്നറുകളും വഹിച്ചുകൊണ്ട് മൊറോക്കോയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് തുടങ്ങിയ യാത്രയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ കപ്പലുകളിൽ എത്ര തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഉണ്ടെന്നുള്ളത്? എല്ലാ സാധനങ്ങളും എല്ലാ കണ്ടെയ്നറുകളും കയറ്റുവാൻ സാധിക്കുന്നതല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കണ്ടെയ്നറുകൾ വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കപ്പലുകളിൽ ഏതൊക്കെ തരത്തിലുള്ള കണ്ടെയ്നറുകളുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് കപ്പൽ കൊണ്ടുപോകുന്നത്, അത് ഏതൊക്കെ കണ്ടെയ്നറുകളിലാണ് അത് ലോഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് റീഫർ കണ്ടെയ്നേഴ്സിനെയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് റീഫർ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും ഫ്രിഡ്ജ് കണ്ടെയ്നർ, തണുത്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെയാണ് റീഫർ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റീഫർ കണ്ടെയ്നറുകളിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസ്, മീറ്റ്, അതുപോലെ ഫിഷ്, സീ ഫുഡ്സ്, ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, ചീസ്, ബട്ടർ, യോഗോട്ട്, ഐസ്ക്രീംസ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, സീഡ്സ്, എഗ്സ്, ചോക്ലേറ്റ്സ്, മെഡിസിനുകൾ, വാക്സിനുകൾ, അതൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ തണുത്ത കണ്ടെയ്നറുകളിലാണ്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, മോണിറ്ററിൽ കാണിക്കുന്നത് -21, -24. അത് ആ ഒരു തണുത്ത കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചറാണ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ കണ്ടെയ്നർ ശരിക്കും നമ്മുടെ കപ്പലിലെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കും ഈ കണ്ടെയ്നറിൻ്റെ ഓണർക്ക്, ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളുടെ ഓണർക്ക്, അദ്ദേഹം ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ ലൊക്കേഷൻ, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നതാണ്. വേറൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്നത് ഈ ഫ്രിഡ്ജ് കണ്ടെയ്നറുകളിൽ നിന്നാണ്. ഇതിനാവശ്യമായിട്ടുള്ള കറണ്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് കപ്പലുകളിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ള കേബിൾ കപ്പലുകളിലെ പാനൽ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കണ്ടെയ്നർ, റീഫർ കണ്ടെയ്നർ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കണ്ടെയ്നറിനെ പരിചയപ്പെടാം. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാങ്ക് കണ്ടെയ്നേഴ്സ് ആണ്. അത് ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കണ്ടെയ്നേഴ്സിനെയാണ് ടാങ്ക് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും കൊണ്ടുപോകുന്നത് പാം ഓയിൽ, അതേപോലെ സൺഫ്ലവർ ഓയിൽ, മിൽക്ക്, ഫ്രൂട്ടിൻ്റെ ജ്യൂസുകൾ, വൈന്, അതേപോലെ തന്നെ കെമിക്കൽ, ഫ്യൂവൽ ഓയിൽ, ലൂബ്രിക്കേഷൻ ഓയിൽ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ടാങ്ക് കണ്ടെയ്നേഴ്സിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ടാങ്ക് കണ്ടെയ്നേഴ്സിൽ ഏത് തരത്തിലുള്ള ലിക്വിഡാണ് ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നത് ഇതിൽ പതിപ്പിച്ചിരിക്കുന്ന സ്റ്റിക്കറിലെ നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത് വരുന്ന ടാങ്ക് കണ്ടെയ്നറുകൾ. ഇനി നോക്കാൻ പോകുന്നത് കെമിക്കലുകൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകളാണ്. അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് വാൻഹായ് കപ്പൽ തീ പിടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് കെമിക്കൽ കണ്ടെയ്നറുകളെക്കുറിച്ച്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കെമിക്കൽ കണ്ടെയ്നറുകൾ. ഇതിൽ ശരിക്കും ഡേഞ്ചറായിട്ടുള്ള കാർഗോയാണ് ലോഡ് ചെയ്യുന്നത്. ഇതൊരിക്കലും ലിക്വിഡായിട്ടുള്ളതല്ല, സോളിഡായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള കാർഗോയാണ് ഇതിൽ ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാർഗോ സാധാരണ ഡ്രൈ കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ പാക്കിങ്ങും ലൈനിങ്ങും വെൻറ്റിലേഷനും എല്ലാം ഫോളോ ചെയ്യണം. ഡ്രൈ കണ്ടെയ്നറിൽ ക്യാരി ചെയ്യുന്ന സ്പെഷ്യൽ ഡേഞ്ചറസ് കാർഗോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫയർ വർക്സിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ ഫ്ലംബിൾ സോളിഡ് ആയിട്ടുള്ള സൾഫർ, ചാർക്കോൾ, അതേപോലെ തന്നെ ഓക്സിഡൈസിങ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അമോണിയം നൈട്രേറ്റ്, അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പൗഡേഴ്സ്, അതേപോലെ തന്നെ ലിഥിയം ബാറ്ററീസ്. ഈ ലിഥിയം ബാറ്ററീസ് ശരിക്കും തീ പിടിക്കാനുള്ള ചാൻസ് ഇതിന് കൂടുതലാണ്. അതേപോലെ തന്നെ കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അസറ്റിലിൻ ഗ്യാസ് റിലീസാകുകയും അസറ്റിലിൻ ഗ്യാസ് റിലീസായി കഴിഞ്ഞാൽ ചെറിയൊരു സ്പാർക്കോ അല്ലെങ്കിൽ ചെറിയൊരു ചൂടോ തട്ടിക്കഴിഞ്ഞാൽ ഇത് തീ പിടിക്കാനും അതേപോലെ തന്നെ കണ്ടെയ്നർ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് മൂന്നാമതായിട്ട് വരുന്ന ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രൈ കണ്ടെയ്നറുകൾ. അപ്പോൾ ഇനി നാലാമതായിട്ട് വരുന്നത് നോർമൽ ഡ്രൈ കണ്ടെയ്നേഴ്സാണ്. അതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോർമൽ ഡ്രൈ കണ്ടെയ്നറുകളാണ് കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് ടെമ്പറേച്ചർ കൺട്രോൾ ഇല്ല. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടൺ ബോക്സുകളിലുള്ള ചരക്കുകൾ, അതേപോലെ തന്നെ അരി, പഞ്ചസാര, ഗോതമ്പ്,
തുണിത്തരങ്ങൾ, ഫർണിച്ചറുകൾ, ഇലക്ട്രോണിക്സുകൾ, ആട്ടോ സ്പെയർ പാർട്സുകൾ, മെഷീനറി പാർട്സുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ നീളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അടിയും 40 അടിയുമാണ്. ഈ കണ്ടെയ്നർ ഉണ്ടാക്കുന്നത് ശരിക്കും സ്റ്റീലും അലൂമിനിയം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് 4ാമത് വരുന്ന ഡ്രൈ കണ്ടെയ്നറുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമതായിട്ട് വരുന്നത് ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറുകളാണ്. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം JCB ഒരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്നത്. അതിന് മുകൾ ഭാഗമില്ല ആ കണ്ടെയ്നറിന്. അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറുകളെന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കണ്ടെയ്നറുകളിൽ ഹൈറ്റ് കൂടിയ സാധനങ്ങളാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനുകൾ, ജനറേറ്ററുകൾ, ലാർജ് പമ്പുകൾ, ഇൻഡസ്ട്രിയൽ മെഷീനുകൾ, അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാർബിൾ സ്ലാബുകൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, സ്റ്റീൽ പ്ലേറ്റ്സുകൾ, സ്റ്റീൽ കോയിലുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറുകളാണ്. ഇനി നമ്മൾ 6ാമതായിട്ടുള്ള കണ്ടെയ്നർ നോക്കാൻ പോകുന്നത് ഫ്ലാറ്റ് റാക്ക് കണ്ടെയ്നറാണ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്നതാണ് ഫ്ലാറ്റ് റാക്ക് കണ്ടെയ്നർ. ഇതിനകത്തും ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഒരു കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. വാഹനങ്ങളൊക്കെ ഇങ്ങനെയുള്ള കണ്ടെയ്നറിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സാധാരണ കപ്പലുകളിൽ ഇങ്ങനെ 6 തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഉള്ളത്. ഫ്രണ്ട്സ്, കണ്ടെയ്നറുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനൊരു അറിവ് ആദ്യമായിട്ടാണോ അതോ നേരത്തെ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ എന്ന് കമൻറ്റിൽ കൂടി അറിയിക്കാമോ? വീഡിയോ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.